ചെഞ്ചോരപ്പൂവുകൾ എന്ന ഈ ചരിത്രയാത്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർണമായ സ്വാഗതം. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ. അഴീക്കോടൻ നീതിബോധത്തിന്റെ രക്തസാക്ഷ്യം. രക്തസാക്ഷ്യം അഴീക്കോടൻ. ഭാഗം 6. 1972 സെപ്റ്റംബർ 23 രാത്രി 9:50 ഒറ്റയ്ക്ക് ബസ്സിറങ്ങി നടന്നു വരുമ്പോൾ തൃശൂർ ചെട്ടിയങ്ങാടി തെരുവിൽ വെച്ച് ഒരു കൂട്ടം രാഷ്ട്രീയ ശത്രുക്കൾ ചേർന്ന് കഠാര കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയ തൊഴിലാളി വർഗത്തിന്റെ സമുന്നത നേതാവ്, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും ഐക്യമുന്നണി ഏകോപന സമിതി കൺവീനറുമായിരുന്ന സഖാവ് അഴീക്കോടൻ രാഘവന്റെ ജീവിതവും പോരാട്ടങ്ങളും രക്തസാക്ഷിത്വവുമാണ് ഇത്തവണ ചെഞ്ചോര പൂവുകളിൽ. പാടൂ ചരിത്രം കാതോർത്തു നിൽക്കുന്ന വീതിയിൽ നിന്നും വിതുമ്പാതെ പാടൂ. തിളയ്ക്കുന്നൊരോർമ്മയിൽ കൈമുക്കി പാടൂ, കണ്ഠം വിറയ്ക്കാതെ പാടൂ. പ്രാണഞരമ്പ് പൊട്ടും വരെ പാടിയ കാലത്തിൻ ഗാഥ പാടൂ. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വഞ്ചനയുടെ രക്തപങ്കിലമായ ഒരു അധ്യായം കൂടി എഴുതി ചേർക്കപ്പെട്ടു. C. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി 1969 നവംബർ 1 കുറുമുന്നണി മന്ത്രിസഭ അധികാരമേറ്റു. 1970 ഒക്ടോബറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഒക്ടോബർ 4 വീണ്ടും അച്യുതമേനോൻ മന്ത്രിസഭ കോൺഗ്രസ് പങ്കാളിത്തത്തോടെ ഭരണം തുടങ്ങി. ആഭ്യന്തരമന്ത്രിയായിരുന്ന K. കരുണാകരന്റെ അപ്രതിരോധ്യമായ തീരുമാനങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും വഴങ്ങുകയും നിശബ്ദനാവുകയുമായിരുന്നു മുഖ്യമന്ത്രി അച്യുതമേനോൻ. ആരോടാ നിങ്ങളുടെ വീറും വാശിയും? ചാറ്റിയോടും പുള്ളിയോടൊന്നും അല്ലല്ലോ, പാവൻ ഡ്രൈവറോടും കണ്ടക്ടറോടും അല്ലേ? ഞാനൊന്ന് പറഞ്ഞേക്കാം, പിരിച്ചുവിട്ട മുഴുവൻ തൊഴിലാളികളെയും തിരിച്ചെടുക്കണം, അല്ലാതെ ഈ സമരം അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല. പാടൂ ചരിത്രം കാതോർത്തു നിൽക്കുന്ന വീതിയിൽ നിന്നും വിതുമ്പാതെ പാടൂ. അഴീക്കോടന്റെ ജീവിതത്തിനും ജീവിതാന്ത്യത്തിനും ഒരു സമാന്തര കഥ കൂടിയുണ്ട്. 21-ാം വയസ്സു മുതൽ തന്റെ ജീവിതം സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള ഒരു സമരഭൂമിയാക്കി തീർത്ത നവാബ് രാജേന്ദ്രന്റെ ജീവിതയാത്രയാണത്. 1930 ഏപ്രിൽ മാസം നടന്ന പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കാളിയാവുകയും അറസ്റ്റും മർദ്ദനങ്ങളും സഹിക്കുകയും ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനിയായ KV കുഞ്ഞിരാമ പൊതുവാൾ പിന്നീട് ഗുരുവായൂർ സത്യാഗ്രഹത്തിലും പങ്കെടുത്തു. പയ്യന്നൂരിൽ നിന്ന് തൃശൂരിൽ തട്ടകമുറപ്പിച്ച പൊതുവാൾ തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിനടുത്തുള്ള ആൽത്തറയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ മൈക്ക് കെട്ടി എന്നും പ്രസംഗിക്കുമായിരുന്നു. എന്താണ് സഹോദരന്മാരെ സർദാർ ഭഗത് സിംഗ് പറഞ്ഞത്? 7 കടലുകൾക്കപ്പുറത്ത് ഉറക്കം നടിച്ചു കിടക്കുന്ന ബ്രിട്ടന്റെ ബദിരകരണങ്ങൾക്ക് നടുക്കം സൃഷ്ടിക്കുന്ന ഒരു ഉഗ്ര സ്ഫോടനം ബ്രിട്ടീഷ് പാർലമെന്റിൽ ബോംബെറിയുമ്പോൾ ഭഗത് സിംഗും എത്തും. അതാണ് ആഗ്രഹിച്ചത്. സുഹൃത്തുക്കളെ, ആവശ്യമുണ്ട് മാതൃഭൂമിയുടെ മോചനത്തിന് വേണ്ടി പൊരുതാൻ തയ്യാറുള്ള യുവാക്കളെ. ശമ്പളം മരണമാണ്. 1967 SSPയുടെ സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ മുന്നണി സഹായിയായി NK ശേഷൻ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചു. അതിൻ്റെ വിജയസാധ്യത സംബന്ധിച്ച് പരിശോധിക്കാനായിട്ട് അഴീക്കോടൻ വടക്കാഞ്ചേരി വന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദമായ ഒരു പരിശോധനയും റിപ്പോർട്ടും നൽകിയതിൻ്റെ ശേഷം സഖാവ് ചോദിച്ചു, ജയിക്കുമോടോ? ജയിക്കും എന്നാണ് പ്രതീക്ഷ എന്ന മറുപടി പറഞ്ഞു. എത്ര വോട്ടിന് ജയിക്കും? ഇതാണ് പിന്നത്തെ ചോദ്യം. പറഞ്ഞു 1000-ൻ്റെ മേലെ 2000-ൻ്റെ താഴെ വോട്ടിന് ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരം പറഞ്ഞു. 1876 വോട്ടിനാണ് NK ശേഷം തിരഞ്ഞെടുക്കപ്പെട്ടത്. സെക്രട്ടേറിയറ്റ് യോഗത്തിന് പങ്കെടുത്തപ്പോൾ
അഴിക്കോടാൻ യോഗമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം വാ നമുക്ക് സ്ഥലത്ത് പോകണ്ട് എന്ന് പറഞ്ഞ് കാർക്ക് എത്തി. അതിന് പോയി എവിടേക്ക് എന്താണെന്ന് ഞാൻ ചോദിച്ചില്ല. സഹ പറഞ്ഞു പോയി. അതിനെ 10 നിമിഷം ഹോട്ടലിൽ ചായ കുടിക്കാനാണ് പോയി. അതെനിക്ക് എന്തൊക്കെ വേണമെങ്കിൽ ഒക്കെ കഴിച്ചു തന്നു. അതിൻ്റെ പോയി ഇങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇതാ കഴിക്കേണ്ടതൊക്കെ കഴിച്ചു. എന്തുണ്ടായിരുന്നു ആര്യൻ പാർട്ടിക്കെതിരായിട്ടുള്ള പ്രവർത്തനം നടത്തിയതിനെ തുടർന്ന് ആര്യനെ കുറിച്ച് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലും പാർട്ടിയിലൊട്ടാകെ എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ ആര്യനെതിരായിട്ടുണ്ടായി. അതിനെ തുടർന്ന് ആര്യനെ എങ്ങനെയെങ്കിലും ശരിപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ള ശ്രമത്തിലായിരുന്നു അഴീക്കോടൻ. പാർട്ടി സംസ്ഥാന കമ്മിറ്റി നടപടിയെടുത്തതിനെ തുടർന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ആര്യനെ പുറത്താക്കി. അതിനുള്ള കടുത്ത വൈരാഗ്യം അഴീക്കോടനോട് വാശിയേറിയ പ്രവർത്തനത്തിലാണ് ആര്യൻ ഏർപ്പെട്ടത്. 1972 ഏപ്രിൽ 1 പുറത്തിറങ്ങിയ നവാബ് വാരികയിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു വന്നു. തട്ടിൽ എസ്റ്റേറ്റ് ഇടപാടിൽ ആഭ്യന്തരമന്ത്രി കെ കരുണാകരൻ 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു വാർത്ത. വാർത്തയ്ക്ക് പിൻബലമേകുന്നതിന് ഒരു കത്തിന്റെ ഫോട്ടോസ്റ്റാറ്റും നവാബ് പ്രസിദ്ധീകരിച്ചു.